ടിക്കറ്റ് എടുക്കാൻ അഥവാ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും നമുക്ക് ക്യൂ പാലിക്കേണ്ടതായിട്ട് വരാറുണ്ട്. ക്യൂ പാലിക്കേണ്ടി വരുന്ന സമയത്ത് സാധാരണമായിട്ട് നമ്മൾ കാണുന്നൊരു ദൃശ്യമാണ്, നമ്മൾ ക്യൂവിൽ നിന്ന് പകുതി ദൂരം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും അപ്പോൾ വന്ന ആരെങ്കിലും ഒരാൾ ഇടയിൽ കൂടി അങ്ങ് കയറി വന്ന് തള്ളി വന്ന് അവിടെ മുന്നിൽ പോയിട്ട് ടിക്കറ്റ് വാങ്ങാനോ സാധനം വാങ്ങാനോ നിൽക്കുന്നത്. ആ കാണുന്ന സമയത്ത് 3 രീതിയിൽ പ്രതികരണം നമ്മുടെ മനസ്സിന് വരാറുണ്ട്. ചിലർ പറയും, ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാനാ, അതുകൊണ്ട് മിണ്ടാതെ നിന്നോ, അവൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ചെയ്തോട്ടെ. വേറൊരു കൂട്ടം ആളുകൾ അതെന്താണോ ഇങ്ങനെ പോയിട്ട് അയാളോട് ചീത്ത വിളിക്കാനും ശകാരിക്കാനും, ഞങ്ങളും ലൈനിൽ നിൽക്കുന്നതല്ലേ, അതുകൊണ്ടേ മര്യാദയ്ക്ക് വന്ന് നിൽക്കാൻ നോക്കുക, തർക്കാവും തല്ലൂട്ടാവും പ്രശ്നങ്ങളാവും, അതും നമ്മൾ കാണാറുണ്ട്. വേറൊരു സ്റ്റൈലിൽ ഒരു വിധത്തിൽ കൂടെ നമുക്ക് പ്രതികരിക്കാം. സ്നേഹത്തോടെ അയാളുടെ അടുത്ത്, സഹോദര ഞങ്ങളൊക്കെ ക്യൂവിൽ നിൽക്കുകയല്ലേ, ദയവ് ചെയ്ത് നിങ്ങളും വാ ഈ ക്യൂലിക്ക് എന്ന് വിളിക്കാം. വരാതിരിക്കുക ചെയ്യാം, അത് അവരുടെ ഇഷ്ടം. പക്ഷേ ഈ 3 രീതിയിലുള്ളതായിട്ടുള്ള പ്രതികരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന വിധീനെ, നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലെ മെച്യൂരിറ്റി എത്രയുണ്ട് എന്ന് പ്രകടമാക്കുന്നതാണ് ഈ 3 ദൃശ്യങ്ങൾ. ഒന്നാമത്തെ രീതി, അവർ നിന്നോട്ടെ, നമ്മളെക്കൊണ്ടൊന്നും പറയാൻ പറ്റില്ല, മിണ്ടാണ്ട് നിന്നേ എന്ന് പറയുന്ന രീതി. ഈ സമൂഹത്തിൽ എന്ത് സംഭവിച്ചാലും നമുക്കൊന്നും പ്രതികരിക്കാനാവില്ലേ, അതുകൊണ്ട് പ്രതികരണശേഷി ഇല്ലാത്ത ഒരവസ്ഥ. ഇത് മനുഷ്യൻ്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അഥവാ അവരുടെ പേഴ്സണാലിറ്റിയുടെ ശക്തി കുറവാണ്, വീക്ക് പേഴ്സണാലിറ്റിയാണ് എന്നുള്ളതിൻ്റെ പ്രൂഫാണ്. അതല്ല, ഒരാൾ പോയി നിൽക്കുമ്പോഴത്തേക്കും കാണുമ്പോഴേക്കും ദേഷ്യം പിടിച്ച് അയാളുടെ പോയി തർക്കിക്കുക, തല്ലുകൂടുക, വഴക്കുണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക, ഈ രീതിയിലും പ്രതികരിക്കാം. ഇത് നിങ്ങളുള്ളതായിട്ടുള്ള നെഗറ്റിവിറ്റിയുടെ അഥവാ നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ മെച്യൂരിറ്റി ഇല്ലായ്മയുടെ വേറൊരു ഭാഗമാണ്. ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതിന് ഞാൻ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് പക്വത എന്നുള്ളതിൻ്റെ ഒരു പ്രതികരണം വേറൊരു രീതിയിൽ. അതുകൊണ്ട് നിങ്ങൾ അവിടെ പ്രശ്നക്കാരായിട്ട് മാറുന്നുണ്ട്. കാര്യം അവർ തെറ്റ് ചെയ്തിട്ടാണ്, പക്ഷേ ഒരു പ്രശ്നക്കാരനായിട്ട് നിങ്ങൾ തർക്കിക്കുന്നതോട് കൂടിയിട്ട് എല്ലാവർക്കും നിങ്ങളോടുള്ള മനോഭാവമാണ് നെഗറ്റീവ് ആവുന്നത്. നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ചാണ് മോശമായിരിക്കുന്ന ഒരു ഇമേജ്. അയാളും മോശം, നിങ്ങളും മോശം. ശരി, അയാൾ അങ്ങനെ പോയി, ഇയാളും തർക്കിക്കാൻ നിൽക്കുന്നത്, അന്തരീക്ഷം മൊത്തം നെഗറ്റീവാക്കി മാറ്റിയത് എന്തിനാ? ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നിങ്ങളെക്കുറിച്ച് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതേസമയം പ്രതികരിക്കാതിരിക്കുന്നതോ അത് നമ്മുടെ ബലഹീനതയല്ലേ. അതുകൊണ്ട് പ്രതികരിക്കാം പോസിറ്റീവായിട്ടുള്ള വഴിയിൽ. അതുകൊണ്ട് അവരോട് പറയുക, സഹോദര നിങ്ങളും വന്ന് നിൽക്ക് എന്ന് റിക്വസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പ്രഭാവശാലിയായിട്ട് പറയാൻ കഴിയുമെങ്കിൽ ഒരു 90% ആളുകളും അത്തരത്തിലൊരാൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് മാറി നിൽക്കാതിരിക്കാൻ പറ്റില്ല. 10% ആളുകൾ മാറില്ല, ഉറപ്പാണ്. മാറണ്ട, അവരുടെ കർമ്മ അനുഭവിക്കട്ടെ. എന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്ത ശേഷം കാമായിട്ട് നമ്മുടെ ക്യൂവിൽ നിന്ന് നമുക്ക് ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റണം. ഈ രീതിയിൽ ഒരു ക്യൂവിൽ നിൽക്കുന്ന സമയത്തുണ്ടാവുന്ന പ്രതികരണം പോലും നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ റിഫ്ലക്ഷനാണ്. അതുകൊണ്ട് ആസ് യു തിങ്ക് സോ യു ബിക്കം എന്ന് പറയാറില്ലേ, നിങ്ങളുടെ ചിന്തകളാണ് വാക്കുകളാവുന്നതും കർമ്മങ്ങളാകുന്നതും, കർമ്മങ്ങളാണ് സ്വഭാവമാകുന്നതും സംസ്കാരമാകുന്നതും. ഇതൊരു സൈക്കിളാണ്. തോട്ട്സ്, വേർഡ്സ്, ആക്ഷൻ, ബിഹേവിയർ ആൻഡ് ക്യാരക്ടർ എന്ന് പറയും. ചിന്തകൾ, വാക്കുകൾ, കർമ്മങ്ങൾ, സ്വഭാവം, സംസ്കാരം. ഈ സൈക്കിളിനുള്ളിൽ ഏത് ടൈപ്പ് ആക്ഷനാണോ ചെയ്യുന്നത് ആ സംസ്കാരം വീണ്ടും അതേ രീതിയിൽ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ആ ചിന്തകൾ സംസാരിക്കാനും പ്രവർത്തിക്കാനും നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ മെച്യൂരിറ്റി കാട്ടി പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഒരുപാട് സഹായിക്കും. അഥവാ നിങ്ങളൊരു പവർഫുൾ പേഴ്സണാലിറ്റി ആയിട്ട് മാറാൻ നിങ്ങൾക്ക് സഹായിക്കും. അതുകൊണ്ട് സ്വന്തം കർമ്മത്തെ പരിശോധിക്കണം. ഇനി ഒരിക്കൽ ക്യൂവിൽ നിൽക്കേണ്ടി വരുമ്പോൾ, ഇനി ഒരിക്കൽ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാവേണ്ടി വരുമ്പോൾ സ്വയം പരിശോധിക്കുക. എൻ്റെ ഇപ്പോഴത്തെ പേഴ്സണാലിറ്റിയുടെ മെച്യൂരിറ്റി അഥവാ അതിൻ്റെ ഡെവലപ്മെൻറ്റ് എത്രയായിട്ടുണ്ട് എന്ന് സ്വയം പരിശോധിക്കുക. നിങ്ങളുടെ കർമ്മത്തെ പരിവർത്തനം ചെയ്യുക. അങ്ങനെ പേഴ്സണാലിറ്റിയുടെ പ്രോപ്പർ ഡെവലപ്മെൻറ്റിലൂടെ നല്ല ഒരു കർമ്മത്തിലൂടെ ഹാപ്പി ആയിട്ട് മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.